Hello friends, welcome to Vinus Vlogs and Kitchen. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക മെഴുക്കുപുരട്ടിയാണ്. പാവയ്ക്കയുടെ കയ്പ്പ് കൊണ്ട് തന്നെ മിക്കവർക്കും പാവയ്ക്ക വെച്ച് എന്തുണ്ടാക്കിയാലും കഴിക്കാൻ മടിയാണ്. അപ്പോൾ നമുക്കിന്ന് പാവയ്ക്കയുടെ കയ്പ്പ് എങ്ങനെ കുറച്ച് മെഴുക്കുപുരട്ടി ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 2 പാവയ്ക്കയാണ് മെഴുക്കുപുരട്ടി വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അത് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വട്ടത്തിലാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്താൽ പാവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഞാൻ പൊടികളൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. ഇനി മെഴുക്കുപുരട്ടി തയ്യാറാക്കാൻ തുടങ്ങാം. ചട്ടി ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. എണ്ണ ചൂടാകുമ്പോഴേക്കും കടുക് കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർക്കുവാണ്. തേങ്ങ 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് പാവയ്ക്ക കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ 2 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതിയാവും. എന്താണെന്ന് വെച്ചാൽ പാവയ്ക്ക മെഴുക്കുപുരട്ടി റെഡി ആകുമ്പോഴേക്കും തേങ്ങ ഫ്രൈ ആയി കിട്ടും. ഇനി ഇതിലേക്ക് പാവയ്ക്ക കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാവയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാവയ്ക്ക മെഴുക്കുപുരട്ടി ഉണ്ടാക്കുമ്പോഴേക്കും അത് അടച്ചു വെച്ച് വേവിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ പാവയ്ക്ക മൂടി വെച്ച് വേവിക്കുമ്പോഴേക്കും അത് പെട്ടെന്ന് വെന്ത് പോകും. അതിലെ കയ്പ്പ് കുറയത്തില്ല. പാവയ്ക്ക തുറന്ന് വെച്ച് നല്ലതായിട്ടൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ അതിൻ്റെ കയ്പ്പൊന്ന് കുറഞ്ഞ് കിട്ടുള്ളൂ. എല്ലാം ഒന്ന് വഴറ്റിയ ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുവാണ്. മെഴുക്കുപുരട്ടിയിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടാൽ മതി. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് പാവയ്ക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വെളിച്ചെണ്ണ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകരുത്. പാവയ്ക്ക് വെന്ത ശേഷം ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾ നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്തിരിക്കുന്നതെങ്കിൽ എരിവ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മുളക് പൊടി ചേർത്താൽ മതി. മുളക് പൊടി ചേർത്ത് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അവസാനം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുവാണ്. നമ്മുടെ ഹെൽത്തി പാവയ്ക്ക മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. പാവയ്ക്ക എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അത് തേങ്ങയുടെ കൂടെ കഴിക്കുമ്പോഴേക്കും വളരെ കയ്പ്പ് കുറവായിരിക്കും. ഈ രീതിയിൽ നമ്മൾ പാവയ്ക്ക മെഴുക്കുപുരട്ടി ഉണ്ടാക്കി കൊടുത്താൽ പാവയ്ക്ക ഇഷ്ടമില്ലാത്തവരും അത് കഴിക്കുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.